ഹായ് ഹലോ. ഇന്ന് നമ്മൾ കുറച്ച് പാക്കിംഗ് അപ്ഡേഷൻസും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഏതാണ്ട് 100-ലധികം വീഡിയോസിലൂടെ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് കാണാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത കുറച്ച് പേരൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ വെബ്സൈറ്റിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വെബ്സൈറ്റ് ശരിക്കും നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മളൊരു ഓൺലൈൻ ചെയ്യുന്ന സ്ഥാപനം മാത്രമല്ല, നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ട്രിവാൻഡ്രം കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്ക് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പം ചെടികൾ മാക്സിമം ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നവർ ഡയറക്റ്റ് തന്നെ വന്ന് പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ ഓൺലൈനിൽ മേടിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് വരാൻ കഴിയാത്തവർക്കായിട്ടാണ് നമ്മളൊരു ഓൺലൈൻ ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കൊമേഴ്സ് വെബ്സൈറ്റ് dreamsbasket.com എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ കൂടുതലും സെയിൽ നടക്കുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം കൂടെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളവരാവണം. ശരിക്കും പറഞ്ഞാൽ ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് കൈപ്പറ്റാനുള്ളൊരു മനസ്സ് കാണിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദയവായിട്ട് ഓൺലൈനിൽ ചെടികൾ ബുക്ക് ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ നമ്മുടെ ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 10 to 15 വർക്കിംഗ് ഡേയ്സിലാണ് നമ്മൾ പ്ലാന്റ് അയക്കുക. അപ്പോൾ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചോളണം. 10 to 15 ഡേയ്സ് അല്ല, 10 to 15 വർക്കിംഗ് ഡേയ്സ് ആണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 4 ദിവസമാണ് ചെടികൾ പാക്ക് ചെയ്ത് അയക്കുക. വെള്ളി, ശനി, ഞായർ നമ്മൾ അയക്കാറില്ല. കാരണം ചെടികളുടെ സുരക്ഷിതത്വം മാനിച്ചിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മളിപ്പോൾ നോർമലി നമ്മുടെ കേരളത്തിനകത്ത് ചെടികൾ അയച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തിങ്കൾ അയച്ചു കഴിഞ്ഞാൽ ചൊവ്വയും ബുധനും കൊണ്ട് എല്ലായിടത്തും കിട്ടും. അതുപോലെ അതായത് മാക്സിമം 2 ദിവസത്തിനുള്ളിൽ എല്ലായിടത്തും കിട്ടും. ഇനിയിപ്പോൾ ചൊവ്വാഴ്ചയാണ് അയക്കുന്നതെങ്കിൽ ബുധനും വ്യാഴവും കൊണ്ട് എല്ലായിടത്തും കിട്ടും. ഇനി ബുധനാഴ്ചയാണ് അയക്കുന്നതെങ്കിൽ വ്യാഴം, വെള്ളിയൊക്കെ കൊണ്ട് എല്ലായിടത്തും കിട്ടും. വ്യാഴാഴ്ചയാണ് അയക്കുന്നതെങ്കിൽ വെള്ളി, ശനി കൊണ്ട് എല്ലായിടത്തും കിട്ടും. പക്ഷേ വെള്ളിയാഴ്ചയാണ് അയക്കുന്നതെങ്കിൽ ശനി, ഞായർ, ഈ ഞായറാഴ്ച കൊറിയർ ഓഫീസുകൾ അവധി ആയതുകൊണ്ട് തന്നെ പലർക്കും കിട്ടില്ല. അതുപോലെ തന്നെയാണ് ശനിയാഴ്ചയും. ഞായറാഴ്ച അവധി വരുന്ന കാരണം നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നോർമലി നമ്മൾ പോകുന്നത്. ഇനി അപ്പോൾ വർക്കിംഗ് ഡേയ്സ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ 4 ദിവസമാണ് നമുക്ക് വർക്കിംഗ് ഡേ ആയിട്ട് വരുന്നത് കൊറിയർ അയക്കുന്നതിൻ്റെ. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും അവധികൾ വരാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചകളിൽ ഒരു ഹർത്താൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹർത്താലൊക്കെ ഇടയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ ആ വർക്കിംഗ് ഡേയ്സ് മൊത്തത്തിൽ കട്ടായി പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഹർത്താലിൻ്റെ ഒരു ദിവസം മാത്രമല്ലേ നമുക്ക് വർക്കിംഗ് ഡേ അല്ലാതായുള്ളൂ എന്ന്. അങ്ങനെയല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസവും അതിൻ്റെ തൊട്ടടുത്ത ദിവസവും നമുക്ക് വർക്കിംഗ് ഡേ അല്ലാതായി പോവും. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം ഇപ്പോൾ ബുധനാഴ്ച എന്താ പറയുക, ഒരു ഹർത്താൽ വന്നു എന്നിരിക്കട്ടെ, നമുക്ക് തിങ്കളാഴ്ചയും കൊറിയർ അയക്കാൻ പറ്റില്ല, ചൊവ്വാഴ്ചയും കൊറിയർ അയക്കാൻ പറ്റില്ല, ബുധനാഴ്ച അയക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച മാത്രമേ ആ ആഴ്ചയിൽ കൊറിയർ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഓരോ മാസവും വർക്കിംഗ് ഡേയ്സിൽ വ്യത്യാസം വരാം. ചില മാസങ്ങളിലൊക്കെ ഇട ദിവസങ്ങളിൽ അവധിയൊക്കെ വരും. അങ്ങനെ വരുമ്പോഴും വർക്കിംഗ് ഡേയ്സുകളിൽ വ്യത്യാസം വരാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ ഓർഡർ ചെയ്യാവുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ കൊറിയർ ചാർജ് അടയ്ക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരാനല്ലേ? എന്നാൽ അങ്ങനെ അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൈവറ്റ് കൊറിയർ വഴിയാണ് കൊറിയറുകൾ അയക്കുക. അത് ഏത് കൊറിയർ ആയിരുന്നാലും, ഇപ്പോൾ DTDC ആയിരുന്നാലും, സ്പീഡ് ആൻഡ് സേഫ് ആയിരുന്നാലും ഒക്കെ പ്രൈവറ്റ് കൊറിയേഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളല്ല ഇത് വീട്ടിൽ കൊണ്ട് തരിക. ഞങ്ങൾക്ക് ഡയറക്റ്റ് ഡെലിവറി സർവീസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത് പോലെ പ്രൈവറ്റ് കൊറിയറുകളാണ്. അവർ ചിലപ്പോൾ വീട്ടിൽ കൊണ്ട് തരാം, ചിലപ്പോൾ വീട്ടിൽ കൊണ്ട് തരില്ല. അവരുടെ കൊറിയർ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ നമ്മൾ ആദ്യമേ തന്നെ പറയുന്നുണ്ട്, കൊറിയറിന് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊറിയർ ഓഫീസിലേക്കായിരിക്കും പ്ലാന്റുകൾ വരിക.
അവിടെ പോയി കളക്ട് ചെയ്യാൻ മനസ്സുള്ളവർ മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെടികൾ അയച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് തന്നില്ല, അതുകൊണ്ട് ഞാൻ മേടിക്കില്ല, നിങ്ങൾ തിരിച്ചയക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്കത് തിരിച്ച് പ്രോപ്പറായിട്ട് കിട്ടും. പക്ഷേ ചെടികളായതുകൊണ്ട് തന്നെ കുറേ ദിവസം നിങ്ങൾ അങ്ങോട്ടിട്ട് തട്ടിക്കളിച്ചു ഇങ്ങോട്ടിട്ട് തട്ടിക്കളിച്ച് വരുമ്പോൾ ആ ചെടികൾ ഫുൾ ഡാമേജ് ആയി പോവും. നിങ്ങൾക്കും അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല, ഞങ്ങൾക്കും അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി കൊറിയർ ഓഫീസിൽ നിന്നാണ് കൊറിയർ കളക്ട് ചെയ്യേണ്ടത്. അങ്ങനെ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പലയിടങ്ങളിലും കൊറിയറുകൾ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതിൽ ഞങ്ങൾക്കൊരു ഷുവാർട്ടി പറയാൻ പറ്റില്ല. കാര്യം ഓരോ കൊറിയർ ഓഫീസും ഓരോ കൊറിയർ ഫ്രാഞ്ചൈസിയും ഓരോ രീതിയിലായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ വിളിക്കുന്നുണ്ടാവും, വിളിച്ചാൽ നിങ്ങൾ എടുക്കുന്നുണ്ടാവില്ല. ഒരു 1-2 പ്രാവശ്യം വിളിച്ചിട്ട് പിന്നെ അവർ വിളിക്കില്ല, അത് റിട്ടേൺ വിടും. ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളൊരു ഓർഡർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് കൊറിയർ ഡെസ്പാച്ച് ആയിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ID നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അങ്ങനെ തരുന്നത് എന്താണെന്ന് വെച്ചാൽ ചെടികളാണ് അധിക ദിവസം കൊറിയറിലിരുന്നാൽ അത് ഡാമേജ് ആയി പോകുന്ന പെരിഷബിൾ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നിങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയിട്ടാണ് ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ട്രാക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൊറിയർ കളക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇൻ കേസ് കൊറിയർ കളക്ട് ചെയ്യാൻ കൊറിയർ ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, 2 ദിവസത്തിനുള്ളിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മളുടെ മെയിൽ സപ്പോർട്ട് എടുക്കാവുന്നതാണ്. ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊറിയർ അയച്ചു, നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ തന്നു, ട്രാക്കിംഗ് നമ്പർ കിട്ടി, 2 ദിവസത്തിനുള്ളിൽ കൊറിയർ നിങ്ങൾക്ക് കിട്ടുന്നില്ല, എന്തെങ്കിലും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് മെയിൽ സപ്പോർട്ട് എടുത്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മറിച്ച് കൊറിയർ ട്രാക്കിംഗ് നമ്പർ തന്നു, കൊറിയർ അയച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം, ഇതൊക്കെ വെച്ചിട്ടും നിങ്ങൾ അതൊന്നും നോക്കാതെ 8, 10, 15, 20 ദിവസം കഴിഞ്ഞ് കൊറിയർ എനിക്ക് കിട്ടിയില്ല, കൊറിയറിന് എനിക്ക് കോൾ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. കാരണം അപ്പോഴേക്കും ആ ചെടികളെല്ലാം വാടിപ്പോയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ മാക്സിമം നല്ലൊരു സർവീസ് നിങ്ങൾക്ക് തരാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിനുള്ള സിസ്റ്റംസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് തരുന്നത് നിങ്ങളത് ട്രാക്ക് ചെയ്ത് തന്നെ കൊറിയർ കളക്ട് ചെയ്യാനാണ്. ട്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മളെ മെയിൽ സപ്പോർട്ട് എടുക്കാം. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് വാട്സപ്പിൽ കിട്ടുന്നില്ല. നമുക്ക് വാട്സപ്പ് സപ്പോർട്ടുകളില്ല. അത് വളരെ വ്യക്തമായി നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിലെല്ലാം തന്നെ പറയുന്നുണ്ട് നമുക്ക് വാട്സപ്പ് സർവീസുകൾ അവൈലബിൾ അല്ല. വാട്സപ്പ് സർവീസ് കൊടുക്കാത്തതിന് കാരണം 1000 കണക്കിന് മെസ്സേജുകളാണ് ഓരോ ദിവസവും വരുന്നത്. അപ്പോൾ ഒരാൾക്കത് ഹാൻഡിൽ ചെയ്യാനും റിപ്ലൈ കൊടുത്ത് എത്താനും പറ്റില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും മെസ്സേജുകൾ അവിടെ നമുക്ക് റിപ്ലൈ കൊടുക്കാതെ അല്ലെങ്കിൽ മിസ്സായി പോകുന്നുണ്ടാകും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ വാട്സപ്പ് സർവീസുകളൊന്നും കൊടുക്കാത്തത്. വാട്സപ്പ് ഓർഡറുകളൊന്നും എടുക്കാറുമില്ല, വാട്സപ്പ് സർവീസുകൾ നമ്മൾ കൊടുക്കാറുമില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ മെയിൽ സപ്പോർട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ ഓർഡർ ID മെൻഷൻ ചെയ്ത് കമൻ്റ് ഇടാം, നമ്മളുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ വരുന്നതാണ്. അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടാം, നമ്മുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ വരുന്നതാണ്. അല്ലാതെ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നോർമലി നമ്മളിപ്പോൾ ഒരു ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യാൻ വരുമ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട് 10 to 15 വർക്കിംഗ് ഡേയ്സിലാണ് പ്ലാൻ അയക്കുക എന്നുള്ളത്. ഇൻ കേസ് ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ചില സമയത്ത് മഴയുടെ ഇഷ്യൂസ് ഉണ്ടാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുവാണെങ്കിൽ തന്നെയും നമ്മൾ ഈ പബ്ലിക് വീഡിയോയിലൂടെ തന്നെ ആയിരിക്കും അപ്ഡേഷൻ തരുന്നത്. അതും വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓർഡർ ചെയ്യുക. കാര്യം ചെടികളാണ്, എനിക്കറിയാം, ചെടികളെന്ന് പറയുന്നത് പെരിഷബിൾ പ്രോഡക്റ്റാണ്. വളരെ റിസ്ക് പിടിച്ചൊരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഒരു ഈസി ആക്കി തരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രാക്കിംഗ് ID ഉൾപ്പെടെയുള്ളത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നത്. അപ്പം ദയവായിട്ട് സഹകരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.